സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് എല്ലാ കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 9ാം ക്ലാസ്സുകാരുടെ 1ാമത്തെ യൂണിറ്റിലെ പക്ഷി ഔർ ദീമക് എന്ന കഥയുടെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ്. 9ാം ക്ലാസ്സിൻ്റെ നംഗെ പൈർ എന്ന പാഠഭാഗം വരെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞുള്ള പാഠഭാഗങ്ങൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ 1ാമത്തെ യൂണിറ്റിലൊരു ചാപ്റ്റർ ഉണ്ട്, ഒരു കഥയുണ്ട് അല്ലേ, പക്ഷി ഔർ ദീമക്. പക്ഷി ഔർ ദീമക് എന്ന കഥയിലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റി നമ്മൾ മുൻ വീഡിയോകളിലായിട്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ടത്. അപ്പോൾ ഇന്ന് എക്സ്ട്രാ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാ പാഠഭാഗത്തിൻ്റെയും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരണമെന്ന്. ഓക്കെ, അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇന്ന് ഞാൻ പക്ഷി ഔർ ദീമക് എന്ന പാഠഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത്. നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പക്ഷി ഔർ ദീമക് കിസ് വിധ കി രചന ഹേ? പക്ഷി ഔർ ദീമക് എന്ന പാഠഭാഗം ഏത് തരത്തിലുള്ള രചനയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? പക്ഷി ഔർ ദീമക് ഏക് കഹാനി ഹേ. പക്ഷി ഔർ ദീമക് എന്ന പാഠം ഒരു കഥയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പക്ഷി ഔർ ദീമക് കഹാനി കെ രചനാകാർ കോൻ ഹേ? പക്ഷി ഔർ ദീമക് എന്ന കഥയുടെ കഹാനിക്കാർ അല്ലെങ്കിൽ രചനാകാരൻ ആരാണ്? പക്ഷി ഔർ ദീമക് കഹാനി കെ രചനാകാർ മുക്തിബോധ്. മുക്തിബോധ് എന്ന കഹാനിക്കാരാണ് ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരാണ് ആ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്, ഗജാനൻ മാധവ് മുക്തിബോധ്. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, പക്ഷി നീലെ ആസ്മാൻ മേ കൈസെ ഉഡ്താ ജാ രഹാ ഥാ? പക്ഷി നീലാകാശത്തിൽ എങ്ങനെ പറക്കാൻ കഴിവുള്ള പക്ഷിയായിരുന്നു? പക്ഷി നീലെ ആസ്മാൻ മേ ഗൂബ് ഊഞ്ചായി പർ ഉഡ്താ ജാ രഹാ ഥാ. ആ പക്ഷി ആ നീലാകാശത്തിൽ വളരെ ഉയരത്തിൽ പറക്കാൻ കഴിവുള്ള പക്ഷിയായിരുന്നു. നെക്സ്റ്റ്, ഊഞ്ചായി പർ ഉടിനെ വാലെ പക്ഷിയോ കി നിഗാഹേം കൈസേ ഥീ? ആ ഉയരങ്ങളിൽ പറക്കുന്ന പക്ഷികളുടെ ദൃഷ്ടി, നോട്ടം എങ്ങനെയുള്ളതായിരുന്നു എന്ന്. ഊഞ്ചായി പർ ഉടിനെ വാലെ പക്ഷിയോ കി നിഗാഹേം ബഡി തേസ് ഥി. വളരെ തീക്ഷ്ണമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉയരത്തിൽ നിന്ന് പോലും അവർക്ക് ഭൂമിയിലുള്ള ഒരുപാട് അകലങ്ങളിലുള്ള വസ്തുക്കളെ കാണാൻ കഴിയുമായിരുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഖൂബ് ഊഞ്ചായി പർ ഉടിനെ വാലെ പക്ഷിയോ കി വിശേഷതായേ ക്യാ ക്യാ ഥി? വളരെ ഉയരത്തിൽ പറക്കാൻ കഴിവുള്ള പക്ഷികളുടെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു? എന്താണ്? ഖൂബ് ഊഞ്ചായി പർ ഉടിനെ വാലെ പക്ഷിയോ കി നിഗാഹേം. അവരുടെ നോട്ടം, വളരെ ഉയരത്തിൽ പറക്കാൻ കഴിവുള്ള പക്ഷികളുടെ ദൃഷ്ടി, കാഴ്ച എന്ന് പറയുന്നത് വളരെ തീക്ഷ്ണമായിരുന്നു. ഒരുപാട് ദൂരത്തുള്ള വസ്തുക്കൾ അവർക്ക് കാണാമായിരുന്നു. ഉനെ ദൂർ ദൂർ കി ഭനക് ഔർ ദൂർ ദൂർ കി മഹക് ബി മിൽ ജാത്തി ഥി. ദൂരത്ത് നിന്നുള്ള ചെറിയ ചെറിയ ശബ്ദങ്ങൾ പോലും അല്ലെങ്കിൽ ദൂരത്തിലുള്ള സുഗന്ധം, ധാന്യങ്ങളുടെയൊക്കെ ഗന്ധം പോലും അവർക്ക് കിട്ടുമായിരുന്നു. ആറാമത്തെ ക്വസ്റ്റ്യൻ, ബൈൽഗാഡി മേ ക്യാ ഭരേ ഹുയേ ഥേ? ആ കാളവണ്ടിയിൽ എന്തായിരുന്നു നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്? ബൈൽഗാഡി മേ ദീമക്കോ സേ ഭരേ ഭോരേ ഥേ. എന്താണ്? ആ കാളവണ്ടിയിൽ ചിതലുകളെ നിറച്ച ചാക്കുകെട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. സെവൻത്ത് ക്വസ്റ്റ്യൻ, ഗാഡി വാല ചില്ലാ ചില്ലാ കർ ക്യാ കഹത്താ ഹേ? ആ കാളവണ്ടിക്കാരൻ എന്ത് പറഞ്ഞാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്? ഗാഡി വാല ചില്ലാ ചില്ലാ കർ കഹത്താ ഹേ കി ദോ ദീമകേ ലോ ഏക് പങ്ക് ദോ. വണ്ടിക്കാരൻ വിളിച്ചു പറഞ്ഞത് എന്താ? ദോ ദീമകേ ലോ, 2 ചിതലുകളെ എടുത്തോളൂ, ഏക് പങ്ക് ദോ, ഒരു തൂവൽ തരൂ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, നൗജവാൻ പക്ഷി കോ കിസ്കാ ഷൗക്ക് ഥാ? നൗജവാൻ പക്ഷിക്ക്, ആ യുവാവായി പക്ഷിക്ക് എന്തിനോടായിരുന്നു താല്പര്യം? നൗജവാൻ പക്ഷിക്കോ ദീമക്കോ കാ ഷൗക്ക് ഥാ? ചിതലുകളെയായിരുന്നു ആ പക്ഷിക്ക് താല്പര്യം. नाइन्थ क्वेश्चन, ऊंचे उड़ने वाले पंछी क्या खाकर अपनी भूख दौड़ी बहुत शांत कर लेते हैं? ഉയരങ്ങളിൽ പറക്കുന്ന പക്ഷികൾ എന്ത് ഭക്ഷിച്ചിട്ടാണ് അവരുടെ വിശപ്പിനെ അല്പമെങ്കിലും അവർ ശാന്തമാക്കാറുണ്ടായിരുന്നത്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഊഞ്ചെ ഉടനെ വാലെ പഞ്ചിയോങ്കോ, ഉയരത്തിൽ പറക്കാൻ കഴിവുള്ള പക്ഷികൾക്ക്, ഹവാമേഹി, ആ വായുവിൽ നിന്ന് തന്നെ, ബഹുത്ത് സി കീടെ, കുറേയേറെ കീടങ്ങളെ, തൈർത്തേ ഹുയേ മിൽ ജാത്തേതേ, വായുവിലൂടെ അങ്ങനെ പറന്നു പോകുന്ന കുറേ പ്രാണികളെയൊക്കെ കിട്ടാറുണ്ടായിരുന്നു. ജിനേങ്കാക്കർ, അവയൊക്കെ കഴിച്ചിട്ട്, വേ അപ്പനി ഭൂക്ക് ദോടി ബഹുത്ത് ശാന്ത് കർ ലേത്തേ ഹേ, അവയുടെ വിശപ്പ് അകറ്റാറുണ്ടായിരുന്നു. 10th ക്വസ്റ്റ്യൻ, ദീമക്കേം കഹാ മിൽത്തി ഹേ? കേവലം ചിതലുകളെ എവിടെ നിന്നായിരുന്നു കിട്ടാറുണ്ടായിരുന്നത്? ദീമക്കേം ജമീൻ പർ മിൽത്തി ഹേ? ചിതലുകളെ
നിലത്തു നിന്നാണ് കേവലം കിട്ടാറുണ്ടായിരുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, പേടോം പർ ദീമക് കൈസേ മിൽത്തി ഹേ, മരത്തിൽ നിന്നും ചിതലുകളെ എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയാറുള്ളത്? കഭി കഭി പേടോം പർ, ഇടയ്ക്കിടയ്ക്ക് മരത്തിന്മേൽ, ജമീൻ സേ തനെ പർ ചടുക്കർ, നിലത്തു നിന്നും മരത്തിൻ്റെ തടിയിലൂടെ കയറിയിട്ട്, ഊഞ്ചി ഡാൽ തക്ക്, ഉയരത്തിലുള്ള ശിഖരങ്ങൾ വരെ, അപ്പന മട്ടിയാല ലംബാഗർ, തങ്ങളുടെ മണ്ണുകൊണ്ടുള്ള നീണ്ട വീട് അവരുണ്ടാക്കാറുണ്ടായിരുന്നു. ലേക്കിൻ എന്നാൽ ഏസേ കുച്ച് ഹി പേട് ഹോത്തേ ഹേ, ഇപ്രകാരം കുറച്ചേ മരങ്ങളൊക്കെ ഉണ്ടാകാറുള്ളൂ. അവർ വേ സബ് ഏക് ജഗഹ് ന മിൽത്തെ, അവയെല്ലാം ഒരേ ഒരു സ്ഥലത്ത് കാണണമെന്നുമില്ല. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഗാഡി വാലേക്കോ ദീമക്കോ ബേച്ചത്തെ ദേഖ് കർ നൗജവാൻ പക്ഷിക്കോ ക്യാ ലഗ, വണ്ടിക്കാരൻ ചിതലുകളെ വിൽക്കുന്നത് കണ്ടപ്പോൾ നൗജവാൻ പക്ഷിക്ക് എന്താണ് തോന്നിയത്? गाड़ी वाले को दीमक को बेचते हुए देखकर नौजवान पक्षी को लगा कि यह बहुत बड़ी सुविधा है. വണ്ടിക്കാരന് ചിതലുകളെ വിൽക്കുന്നത് കണ്ടപ്പോൾ നൗജവാൻ പക്ഷിക്ക് തോന്നി യഹ് ബഡി ബഹുത്ത് സുവിധ ഹേ, ഇത് വളരെ വലിയ ഒരു ഭാഗ്യം തന്നെയാണ്. കി എന്തെന്നാൽ ഏക് ആദ്മി, ഒരു മനുഷ്യൻ, ദീമക്കോങ്കോ ചിതലുകളെ ബോരോമേ ഭർക്കർ ബേജ് രഹാ ഹേ, എന്താണ് ചാക്കിൽ നിറച്ചതാ വിൽക്കുന്നു, ഇത് വലിയ കാര്യം തന്നെയാണെന്ന് പക്ഷി ചിന്തിക്കുകയാണ്. അവിടെ നമ്മൾ ആ ലാസ്റ്റ് സെൻറ്റൻസ് നോക്കുക, വേച്ച് എന്നാണ് കൊടുത്തിട്ടുള്ളത്, ബേച്ച് എന്നാക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദോനോ കാ സൗദ തൈ ഹോ ജാതാ ഹേ, യഹാൻ സൗദ ക്യാ ഹേ, രണ്ടു പേരുടെയും കച്ചവടം ഉറപ്പിക്കുന്നു. ഇവിടുത്തെ കച്ചവടം എന്തായിരുന്നു? യഹാൻ കാ സൗദ ഹേ ദോ ദീമക് ലേന ഔർ ഏക് പങ്ക് ദേന. ഇവിടുത്തെ കച്ചവടം എന്ന് പറയുന്നത് രണ്ട് ചിതലുകളെ കൊടുക്കും, അപ്പോൾ പകരം എന്ത് കൊടുക്കണം? ഒരു തൂവൽ കൊടുക്കുക. ഒരു തൂവൽ കൊടുത്ത് രണ്ട് ചിതലുകളെ വാങ്ങിക്കുക എന്നതായിരുന്നു ഇവിടുത്തെ കച്ചവടം. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഉസേ തക്ലീഫ് ഹോത്തി ഹേ, യഹാ കിസ്കോ കിസ്മേ തക്ലീഫ് ഹോത്തി ഹേ, അവന് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ഇവിടെ ആർക്കാണ്, എന്തിനാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത്? യഹാം നൗജവാൻ പക്ഷിക്കോ, ഇവിടെ യുവാവായ പക്ഷിക്കാണ്. ഏക്ക് പങ്ക് തോടുകർ, തൻ്റെ ഒരു തൂവൽ പറിക്കുന്നതിന് ദേനേമേൻ തക്ലീഫ് ഹോത്തി ഹേ, ആ വണ്ടിക്കാരന് തൂവൽ പറിച്ചു കൊടുത്തപ്പോൾ വളരെ പ്രയാസപ്പെട്ടാണ് ആ പക്ഷി ആദ്യം തൂവൽ പറിച്ചത്. അപ്പോൾ ആർക്കാണ്? നൗജവാൻ പക്ഷിക്കാണ്. ഓക്കെ. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഉസേ തക്ലീഫ് ഹോത്തി ഹേ ലേക്കിൻ ഉസേ വഹ് ബർദാശ്ത് കർ ലേത്താ ഹേ, അവന് വളരെയധികം പ്രയാസം അനുഭവപ്പെട്ടു, എങ്കിലും അവൻ അത് വേദനയൊക്കെ സഹിച്ചു, തൂവൽ പറിച്ചില്ലേ. ഇസസേ ആപ് ക്യാ സമਝത്തെ ഹേ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? പങ്ക് തോടുക്കർ ദേനെ മേ നൗജവാൻ പക്ഷിക്കോ തക്ലീഫ് ഹോത്തി ഹേ, ആ തൂവൽ പറിച്ചെടുത്ത് കൊടുക്കാൻ ആ യുവാവായ പക്ഷിക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നി. ലേക്കിൻ എന്നാൽ ദീമക് ഖാനെ കെ ഷൗക്ക് കെ ലിയേ വഹ് ദർദ് ബർദശ്ത് കർ ലേത്താ ഹേ, ആ വേദന അവൻ സഹിക്കുകയാണ്. ചിതലുകൾ കഴിക്കാനുള്ള ആഗ്രഹത്താൽ അവൻ ആ വേദനയൊക്കെ സഹിക്കുന്നു. 16ാമത്തെ ക്വസ്റ്റ്യൻ, ദീമക് ഖരീദ് കർ ഖാനെ കെ ലിയേ നൗജവാൻ പക്ഷി റോസ് കിസ് സമയ പർ നീച്ചെ ഉതർത്താ ഹേ, ചിതലുകളെ വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടി ഈ യുവാവായ പക്ഷി നിത്യവും ഏത് സമയത്താണ് താഴേക്ക് പറന്നിറങ്ങാറുണ്ടായിരുന്നത്? ഉത്തരം, ദീമക് ഖരീദ് കർ ഖാനെ കെ ലിയേ നൗജവാൻ പക്ഷി റോസ് തീസരെ പഹർ നീച്ചെ ഉതർത്താ ഹേ, ഒരു 3ാം യാമമാകുമ്പോൾ എല്ലാ ദിവസവും ഈ പക്ഷി താഴേക്ക് പറന്നു വരാറുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഏക് ദിൻ പിതാനെ ദേഖ് ലിയ, പിതാ പക്ഷീനെ ക്യാ ദേഖ് ലിയ, ഒരു ദിവസം പിതാവ് ഈ ഒരു ദൃശ്യം കണ്ടു. പക്ഷിയുടെ അച്ഛൻ എന്താണ് കണ്ടത്? ഏക് ദിൻ പിതാ പക്ഷീനെ ദേഖ് ലിയ കി ബേട്ടാ പക്ഷി അപ്പനെ പങ്ക് ദേക്കർ ദീമക് ഖരീദ് കർ ഖാത്താ ഹേ, അച്ഛൻ കണ്ടത് എന്താണ്? തൻ്റെ മകനായ പക്ഷി എന്ത് ചെയ്യാണ്? തൻ്റെ തൂവൽ പറിച്ചു കൊടുത്ത് ചിതലുകളെ വാങ്ങി ഭക്ഷിക്കുന്ന കാഴ്ചയാണ് അച്ഛൻ കണ്ടത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, പിതാ പക്ഷീനെ അപ്പനെ ബേട്ടെ പക്ഷി കോ ക്യാ സമച്ചാനെ കി കോശിഷ് കി, ആ പിതാവായ പക്ഷി തൻ്റെ മകനായ പക്ഷിയെ എന്ത് മനസ്സിലാക്കിപ്പിക്കാനാണ് ശ്രമിച്ചത്? പിതാ പക്ഷീനെ അപ്പനെ ബേട്ടെ പക്ഷി കോ സമച്ചിനെ കി കോശിഷ് കി, അവനെ മനസ്സിലാക്കാൻ ശ്രമിപ്പിച്ചു. എന്തെന്നാൽ, ബേട്ടെ മോനെ, ദീമക് ഹമാര സ്വാഭാവിക ആഹാർ നഹി ഹേ, ചിതലുകൾ നമ്മുടെ സ്വാഭാവികമായ ഭക്ഷണമല്ല. और उसके लिए നീ അതിനു വേണ്ടി അപ്പനെ പങ്കുത്തോ, നമ്മളുടെ ചിറക് അല്ലെങ്കിൽ തൂവൽ, ഹർഗീസ് നഹീ ദിയേ ജാ സക്തെ, ഒരിക്കലും പറിച്ചു കൊടുക്കരുതേ എന്ന് അച്ഛൻ മകനെ മനസ്സിലാക്കിപ്പിക്കുന്നു. 19ാമത്തെ ക്വസ്റ്റ്യൻ, ദീമക് ഹമാര സ്വാഭാവിക ആഹാർ നഹി ഹേ, സ്വാഭാവിക ആഹാർ ക്യാ ഹേ, ഇവിടെ പറയുന്നുണ്ട് ചിതലുകൾ നമ്മുടെ സ്വാഭാവികമായ ഭക്ഷണമല്ല. അവരുടെ സ്വാഭാവിക ഭക്ഷണം എന്താണ്?
ഊഞ്ചെ ഉടിനേവാലി പഞ്ചിയോ കേലിയെ ഹവാമേഹി, ആ ഉയരങ്ങളിൽ പറക്കുന്ന പക്ഷികൾക്ക് വായുവിൽ നിന്ന് തന്നെ ബഹുത്ത് സീ കീടെ തൈർത്തേ ഹുയേ മിൽ ജാത്തേ, ആ വായുവിലൂടെ പറന്നു പോകുന്ന കീടങ്ങളെയൊക്കെ കിട്ടാറുണ്ട്. വേ ഹി ഉൻകാ സ്വാഭാവിക ആഹാര ഹേ, അതാണ് അവരുടെ സ്വാഭാവിക ആഹാരം. അതുപോലെ തന്നെ പഴങ്ങളും ഫ്രൂട്ട്സൊക്കെയാണ് അവരുടെ ഭക്ഷണം അല്ലേ. 20ാമത്തെ ക്വസ്റ്റ്യൻ, പിതാ പക്ഷിക്ക് ഉപദേശ് പർ നൗജവാൻ പക്ഷിക്ക് പ്രതിക്രിയ ക്യാതി, അച്ഛൻ പക്ഷിയുടെ ഉപദേശത്തിൽ ആ യുവാവായ പക്ഷിയുടെ പ്രതിക്രിയ അല്ലെങ്കിൽ അവൻ്റെ പ്രതികരണം എന്തായിരുന്നു എന്ന്. പിതാ പക്ഷിക്ക് ഉപദേശ് പർ നൗജവാൻ പക്ഷിനെ ബഡേ ഹി ഗർവ് സേപ്പനാമോഹ് ദൂസരി ഓർ കറില്ല, എന്താണ്, ആ അച്ഛൻ പറഞ്ഞ ഉപദേശമൊന്നും ആ യുവാവായ പക്ഷി അംഗീകരിച്ചില്ല. മാത്രമല്ല അവൻ അവൻ്റെ മുഖം ഒരു വശത്തേക്ക് തിരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ, അവൻ അച്ഛൻ പറഞ്ഞ വാക്കുകളെ അവഗണിച്ചു എന്നാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, ദീമക്കോ കാ ഷൗക്ക് ഉസ് പർ ഹാവി ഹോ ഗയാ ഥാ, ഇസ്കാ ക്യാ പരിണാം നികല, ചിതലുകളെ ഭക്ഷിക്കണമെന്ന താല്പര്യം അവനിൽ ഇപ്പോൾ അധികരിച്ചു കൊണ്ടിരുന്നു. ഇതിൻ്റെ എന്ത് പരിണാമമാണുണ്ടായത്? ദീമക്കോ കാ ഷൗക്ക് നൗജവാൻ പക്ഷി പർ ഹാവി ഹോ ജാനെ പർ യഹ് പരിണാം നികല, ഇങ്ങനെ ഒരു മാറ്റമാണ് അവനിൽ ഉണ്ടായത്. ഉസ്കെ പങ്കോം കി സംഖ്യ, അവൻ്റെ തൂവലുകളുടെ എണ്ണം ലഗാതാർ നിരന്തരം ഘടിത്തി ചലി ഗയി, കുറഞ്ഞുകൊണ്ടേയിരുന്നു. അവർ ഉടിനേക്ക് ക്ഷമത നഷ്ട ഹോത്തി ഗയി, അവൻ പറക്കാനുള്ള അവൻ്റെ കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. 23ാമത്തെ ക്വസ്റ്റ്യൻ, പങ്കോ കി സംഖ്യ ലഗാതാർ ഘടിത്തി ചലി ജാനെ പർ നൗജവാൻ പക്ഷിക്കോ ക്യാ കഠിനായി ഹോത്തി ഹേ, തൂവലുകളുടെ എണ്ണം കുറയാൻ തുടങ്ങിയപ്പോൾ നൗജവാൻ പക്ഷിക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത്? എന്താണ്? പങ്കോ കി സംഖ്യ ലഗാതാർ ഘടിത്തി ചലി ജാനെ പർ, തൂവലുകളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങിയപ്പോൾ നൗജവാൻ പക്ഷിക്കോ, യുവാവായ പക്ഷിക്ക് യഹ് കഠിനായി ഹോനെ ലഗീക്ക്, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്തെന്നാൽ വഹ് അപ്പന സന്തുലൻ സാധന ഹി സക്താത, അവൻ്റെ ആ സന്തുലനാവസ്ഥ നിലനിർത്താൻ അവന് സാധിച്ചില്ല. ന ബഹുത്ത് സമയത്തക്ക് പങ്ക് ഉസേ സഹാരാതെ സക്തേതെ, കുറേ നേരത്തേക്ക് തൂവൽ അവനെ സഹായിച്ചില്ല, ദൂരേക്ക് പറക്കാനൊന്നും അവന് പറ്റാതായി. ആകാശ് യാത്രാക്കെ ദൗരാൻ, ആകാശയാത്ര നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ആകാശത്തിലൂടെ പറക്കുന്ന സമയത്ത് ജൽദി പെട്ടെന്ന് തന്നെ പഹാടി ചട്ടാനോ, പർവ്വതങ്ങളിലും പാറകളിലും, പേടോങ്കി ചോട്ടിയോ, മരക്കൊമ്പുകളിലും, ഗുംബദോം ഔർ ബുർജും, കെട്ടിടങ്ങളിലും അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ ഉയരമുള്ള ടവറുകളിലുമൊക്കെ ഹാഫ്തേ ഹുയെ കിതച്ചുകൊണ്ട് ബൈറ്റ് ജാന പടുത്താത, അവൻ ഇരിക്കാറുണ്ടായിരുന്നു. ഉസ്കെ പരിവാർ വാലെ, അവൻ്റെ കുടുംബക്കാരും, തഥാ മിത്ര, അവൻ്റെ കൂട്ടുകാരും, ഊഞ്ചായിയോം പർ തൈർത്തേ ഹുയെ, ഉയരങ്ങളിലൂടെ പറന്നിട്ട് ആകെ ബഡ്ജാത്തെ, അവനേക്കാൾ മുമ്പിലായി അങ്ങനെ പറന്നു പോകും. വഹു ബഹുത്ത് പിച്ചടി ജാത്ത, അവൻ വളരെ പിന്നിലായി പോകാറുണ്ടായിരുന്നു. 24ാമത്തെ ക്വസ്റ്റ്യൻ, ക്യാ നൗജവാൻ പക്ഷി അപ്പനെ പങ്കോം കി സംഖ്യ ലഗാതാർ കടുത്തി ചലി ജാനെ പർ ദീമക് ഖാനെ കാ അപ്പന ഷൗക്ക് ചോട് ദേത്താ ഹേ, എന്താ, ഈ യുവാവായ പക്ഷി തൻ്റെ തൂവലുകളുടെ എണ്ണം കുറയുന്നത് കണ്ടിട്ട് ചിതലുകളെ ഭക്ഷിക്കണമെന്ന അവൻ്റെ ആഗ്രഹത്തെ ഉപേക്ഷിച്ചിരുന്നോ എന്ന്. നഹീം, ഇല്ല, അവൻ ഉപേക്ഷിച്ചില്ല അല്ലേ. അപ്പനെ പങ്കോം കി സംഖ്യ ലഗാതാർ ഘടുത്തി ചലി ജാനെ പർ ബി, തൻ്റെ തൂവലിലെ എണ്ണം കുറഞ്ഞിട്ട് പോലും നൗജവാൻ പക്ഷി, യുവാവായ ആ പക്ഷി, ദീമക്കേങ്കാനക്ക അപ്പനാ ഷൗക്ക് നഹീം ചോടുത്ത, ആ ചിതലുകളെ ഭക്ഷിക്കണമെന്ന അവൻ്റെ താല്പര്യത്തെ ഒഴിവാക്കിയില്ല. ദീമക്കോം കേലിയെ, ചിതലുകൾക്ക് വേണ്ടി, ഗാഡി വാലാക്കോ, ആ വണ്ടിക്കാരന്, അപ്പനെ പങ്ക്, തൻ്റെ തൂവൽ തോടുകർ പൊട്ടിച്ചു കൊടുത്തിട്ട് ദേത്താരഹ, അവൻ പൊട്ടിച്ചങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. 25ാം ക്വസ്റ്റ്യൻ, വഹ മൂർക്ക് കാ കാം ഹേ, ഇത് വിഡ്ഢികളുടെ ജോലിയാണ്. നൗജവാൻ പക്ഷി കിസ്കോ മൂർക്കോം കാ കാം മാൻതാ ഹേ, ആ യുവാവായ പക്ഷി ആരെയാണ് വിഡ്ഢികളായി കണക്കാക്കിയിരുന്നത്? നൗജവാൻ പക്ഷി ആസ്മാൻ മേം ഉടിനാ മൂർക്ക് കാ കാം മാൻതാ ഹേ, ആ ഉയരങ്ങളിലൂടെ പറക്കുന്ന അതാണ് വിഡ്ഢിത്തരമായി അവൻ അംഗീകരിച്ചത് എന്ന്. 26ാം ക്വസ്റ്റ്യൻ, ദീമക്കേങ്കാന കാ ഷൗക്ക് നഹീം ചോടിനെ സേ നൗജവാൻ പക്ഷിക്ക് ക്യാ ഹാലത്ത് ഹോത്തി ഹേ, ദീമക്കുകളെ, ചിതലുകളെ ഭക്ഷിക്കാനുള്ള അവൻ്റെ താല്പര്യം ഒഴിവാക്കാത്തതിനാൽ ആ പക്ഷിക്ക് എന്തവസ്ഥയാണ് നേരിടേണ്ടി വന്നത് എന്ന്. ദീമക്കേങ്കാനെ കാ ഷൗക്ക് നഹീം ചോടിനെ സേ, അവൻ ആ ആഗ്രഹം, ചിതലുകളെ ഭക്ഷിക്കണമെന്ന് അവൻ്റെ ആഗ്രഹത്തെ മാറ്റാത്തത് കൊണ്ട് നൗജവാൻ പക്ഷിക്ക് ഹാലത്ത്, അവൻ്റെ അവസ്ഥ ഇതായിരുന്നു. കി എന്തെന്നാൽ അബ് വഹ്, ഇപ്പോൾ അവന് ആസ്മാൻ മേം ഉടുഹി നഹി സക്താദ, ആകാശങ്ങളിലൂടെ പറക്കാൻ അവന് സാധ്യമായിരുന്നില്ല. വഹ്, അവന് സിർഫ് കേവലം ഏക് പേഡ് സേ ഉടുക്കർ, ഒരു മരത്തിൽ നിന്നും പറന്നിട്ട് ദൂസരേ പേഡ് തക്ക്, മറ്റൊരു മരം വരെ പഹുഞ്ച് പാത്ത, എത്താനേ സാധിച്ചുള്ളൂ. ധീരെ ധീരെ, പതുക്കെ പതുക്കെ, ഉസ്കി യഹ് ക്ഷമതാബി, അവൻ്റെ ഈ ഒരു ക്ഷമതയും
കം ഹോത്തി ഗയി കുറഞ്ഞു പോയിക്കൊണ്ടിരുന്നു. അവർ ഏക്ക് സമയം അവൻ ഒരു സമയം വഹ് ആയ അവൻ ഇപ്രകാരം വന്നു. ജബ് വഹയും ബഡി മുഷ്കിൽ സെ വളരെ പ്രയാസപ്പെട്ട് പേടിക്ക് ഏക്ക് ഡാൽ സെ ലഗി ഹുയി മരത്തിൻ്റെ ഒരു കൊമ്പിൽ നിന്നും ദൂസരി ഡാൽ പർ മറ്റൊരു കൊമ്പ് വരെ ചൽക്കർ നടന്നിട്ട് ഫുദക് കർ ചാടിയിട്ട് പഹൂഞ്ചത്ത അവൻ അങ്ങനെ എത്തിച്ചേർന്നു. അവനിപ്പോൾ പറക്കാനുള്ള കഴിവേ നഷ്ടമായി തുടങ്ങിയെന്ന്. 27ാം ക്വസ്റ്റ്യൻ ബീച്ച് ബീച്ച് മേ ഗാഡി വാല ബുത്താ ദേ ജാത്ത ബുത്താ ദേനാ സാ ക്യാ താൽപര്യ ഹേ. ഇടയ്ക്കിടയ്ക്ക് ഗാഡിവാല വണ്ടിക്കാരൻ അപ്രത്യക്ഷണമായിരുന്നു. ഇവിടെ ബുത്താദാന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ബുത്താദേന താല്പര്യം ധോക്കാദേന വഞ്ചിക്കുക എന്ന അർത്ഥത്തിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇടയ്ക്കിടയ്ക്ക് വണ്ടിക്കാരൻ വരാറുണ്ടായിരുന്നില്ല. ലാസ്റ്റിൽ ആ പക്ഷിയെ വഞ്ചിക്കുകയാണ് അയാൾ ചെയ്തത്. 28ാമത്തെ ക്വസ്റ്റ്യൻ मैं खुद दीमक के ढूंढूंगा नौजवान पक्षी के इस मनोभाव पर आप क्या कहना चाहते हैं? मैं खुद दीमक के ढूंढूंगा ഞാൻ സ്വയം ചിതലുകളെ തിരയും. നൗജവാൻ പക്ഷിയുടെ ഈ ഒരു മനോഭാവത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എന്ന്. मैं खुद दीमक के ढूंढूंगा नौजवान पक्षी के इस मनोभाव को मैं उस पक्षी पर होने वाले സകാരാത്മക പരിണാം മാനത്താ ഹും. ആ ഒരു പക്ഷിയുടെ മനോഭാവം എന്ന് പറയുന്നത് അവൻ്റെ ഒരു സന്തോഷകരമായ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ചാണ് അവിടെ നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ. അവൻ പിന്നീട് അവൻ്റെ മനസ്സിലേക്ക് വന്നത് എന്താണ്? ഈ ചെതിലുകളെയൊക്കെ തിരിച്ചു കൊടുത്തിട്ട് എനിക്ക് എൻ്റെ തൂവൽ വാങ്ങിക്കണമെന്ന അവൻ്റെ ഒരു ചിന്താഗതിയാണ് ഇവിടെ അവൻ അപ്രകാരം ചിന്തിക്കുന്നത്. 29ാമത്തെ ക്വസ്റ്റ്യൻ अब उसके पास दीमकों के ढेर हो गए नौजवान पक्षी के पास कई से दीमकों के ढेर हो गए. ഇപ്പോൾ അവൻ്റെ അടുത്ത് ചിതലുകളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടായിരുന്നു. നൗജവാൻ പക്ഷിയുടെ അടുത്ത് ഈ എങ്ങനെയുള്ള കൂമ്പാരമായ എന്തിൻ്റെ ചിതലുകളുടെ എങ്ങനത്തെ കൂമ്പാരമായിരുന്നു? എങ്ങനെയാണ് അവനത് കിട്ടിയത്? നൗജവാൻ പക്ഷി ഖൂബ് മേഹനത്ത് അവൻ വളരെ പണിപ്പെട്ട് ജമീൻ മേസെ മണ്ണിൽ നിന്നും ദീമക്കേൻ ചുൻ ചുൻകാനേക്കെ ബജായ് എന്ത് ചെയ്തു? ചിതലുകളെ തിരഞ്ഞെടുത്തിട്ട് തിന്നാതെ ഇക്കട്ട കർണയിലകെ ഒരുമിച്ച് കൂട്ടി വെക്കാൻ തുടങ്ങി. അബ് ഇപ്പോൾ ഉസ്കെ പാസ് അവൻ്റെ അടുത്ത് ദീമക്കൊക്കെ ഡേർ ഹോഗയെ ചിതലുകളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടായിരുന്നു. 30ാമത്തെ ക്വസ്റ്റ്യൻ मैं कब से तुम्हारा इंतजार कर रहा था नौजवान पक्षी गाड़ी वाले का इंतजार क्यों कर रहा था. ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. യുവാവായ ആ പക്ഷി വണ്ടിക്കാരനെ എന്തുകൊണ്ടായിരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്? नौजवान पक्षी गाड़ी वाले को दीमकें देकर अपने पंख वापस लेने के लिए उसका इंतजार कर रहा था. എന്താണ്? ആ യുവാവായ പക്ഷി വണ്ടിക്കാരന് ചിതലുകളെ കൊടുത്തിട്ട് തൻ്റെ തൂവൽ തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അയാളെ പ്രതീക്ഷിച്ചുകൊണ്ടും ഇരുന്നത്. യേ മേരി ദീമക്കെ ലേലോ 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ വായിക്കുന്നത്. യേ മേരി ദീമക്കെ ലേലോ और मेरे पंख मुझे वापस कर दो नौजवान पक्षी के इस प्रस्ताव पर गाड़ीवाला की प्रतिक्रिया क्या थी. എനിക്കെൻ്റെ തൂവലുകൾ തിരിച്ചു തന്നാലും താങ്കൾ ഈ ചിതലുകളെ എടുത്തോളൂ. നൗജവാൻ പക്ഷിയുടെ ഈ ഒരു പ്രസ്താവനയിൽ വണ്ടിക്കാരൻ്റെ പ്രതികരണം എന്തായിരുന്നു? യേ മേരെ ദീമക്കേൻ ലേ ലോ അവർ മേരെ പങ്ക് മുझे വാപ്പസ് ദേ കർ ദോ നൗജവാൻ പക്ഷിക്ക് ഇസ് പ്രസ്താവ് പർ നൗജവാൻ പക്ഷി ഇപ്രകാരം പറഞ്ഞപ്പോൾ ഗാഡിവാലാനെ ഠഠാക്കർ ഹസ്തേ ഹുയേ കഹ വണ്ടിക്കാരൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ബേവ്കൂഫ് വിഡി മേൻ ദീമക് കെ ബദലെ പങ്ക് ലേത്താഹും ഞാൻ ചിതലുകൾക്ക് പകരമായി തൂവലുകൾ വാങ്ങിക്കാറുണ്ട്. പങ്ക് കെ ബദലെ ദീമക് ലഹീം തൂവലുകൾക്ക് പകരം ചിതലുകളെ വാങ്ങിക്കാറില്ല എന്നാണ് അയാൾ പറഞ്ഞത്. 32ാം ക്വസ്റ്റ്യൻ നൗജവാൻ പക്ഷി കെ പങ്ക് ദേക്കർ ദീമക് കെ ഖാനെ കെ ഷൗക്ക് കാ അന്തിമ പരിണാം ക്യാ നികല യുവാവായ പക്ഷിയുടെ ആ പങ്ക് കൊടുത്തിട്ട് തൂവല് കൊടുത്തിട്ട് ചിതലുകളെ ഭക്ഷിക്കാനുള്ള താല്പര്യത്തിൻ്റെ അന്തിമ പരിണാമം എന്തായിരുന്നു എന്ന്. നൗജവാൻ പക്ഷിക്ക് പങ്ക് ദേക്കർ ദീമക് കെ ഖാനെ കാ ഷൗക്ക് കാ അന്തിമ പരിണാം ഇതിൻ്റെ അന്തിമമായ ഒരു പരിണാമം ഇതായിരുന്നു. എന്തെന്നാൽ ഏക് ദിൻ ഏക് കാലി ബില്ലി ആയി ഒരു ദിവസം ഒരു കറുത്ത പൂച്ച വന്നു. അവർ അപ്പനെ മൂഹുമേ നൗജവാൻ പക്ഷിക്കോ ദബാക്കർ ചലി ഗയി എന്നിട്ട് ആ പക്ഷിയെ പൂച്ച പിടിച്ചുകൊണ്ട് പോയി. അടുത്ത ക്വസ്റ്റ്യൻ കഹാനി കാ ബേട്ട പക്ഷിക്കോ കിസ്കാ പ്രതിനിധി മാൻ സക്തേ ഹേ കഥയിലെ ഈ പക്ഷി എന്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്? എന്താണ് ഉത്തരം? കഹാനി കാ ബേട്ട പക്ഷി വർത്തമാൻ സമാജ് കെ നൗജവാനോ കാ പ്രതിനിധി മാൻ സക്തേ ഹേ ആ യുവാവായ പക്ഷി ഇന്നത്തെ സമൂഹത്തിലെ യുവതലമുറയുടെ നേരെ
ആ യുവതലമുറയുടെ പ്രതിനിധിയായിട്ടാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജോ ബഡോं की बातों न मानकर अपने मनमाने करते जाते हैं और अंत में बड़ी विपत्ति में फंसे जाते हैं. എന്താണ് അങ്ങനെ ഇന്നത്തെ യുവതലമുറ മുതിർന്നവരുടെ വാക്കുകളെ അംഗീകരിക്കാതെ ആപത്തിൽ ചെന്നെത്തിപ്പെടുന്ന ആ ഒരു യുവതലമുറയ്ക്ക് നേരെ അതിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഈ കഥയിലെ പക്ഷി. 35ാമത്തെ ക്വസ്റ്റ്യൻ, കഹാനി മേ ദീമക് കോ കിസ്കാ പ്രതിനിധി മാൻ സക്തേ ഹേ. ഈ കഥയിൽ ദീമക് എന്തിൻ്റെ പ്രതിനിധിയായിട്ടാണ്, ചിതൽ എന്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് കടന്നു വരുന്നത്? കഹാനി മേ ഗാഡിവാല ദീമക് ദേക്കർ നൗജവാൻ പക്ഷി കെ പങ്ക് അപ്പനാത്ത രഹ്താ ഹേ. യാനെ ദീമക് പ്രലോഭൻ കാ പ്രതീക് ഹേ. ദീമക്, ചിതൽ എന്ന് പറയുന്നത് പ്രലോഭനങ്ങളുടെ ഒരു പ്രതീകമാണ്.